LGBT കമ്മ്യൂണിറ്റിയുടെ ഒപ്പീനിയൻ എന്താണ്? LGBT കമ്മ്യൂണിറ്റി പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു അവരോടുള്ളൊരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ. അതേപോലെ എനിക്കും അങ്ങനെ അവരോട് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷെ അത് അവരുടെ കുഴപ്പമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തരും അവരുടെ ജനറ്റിക് കാരണമല്ലേ അങ്ങനെ ആവുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് പലരും അതൊരു മാനസിക പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരാളൊരു ഹോമോസെക്ഷൽ ആവുന്നതും അങ്ങനത്തെ ഈ കാറ്റഗറി പെടുന്നതും. പക്ഷേ നമുക്ക് ജീവിതത്തിലൊരു ഉപദ്രവം ഉണ്ടാക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ അത് ബാധിക്കാത്തിടത്തോളം കാലം ആ ഒരു സംഭവം എനിക്ക് പ്രശ്നമല്ല. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു 1 to 10 സ്കെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നു 80% ആൾക്കാർക്ക് അവരെ പറ്റിയൊരു പ്രജുഡൈസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പം അവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. എനിക്ക് മാത്രമല്ല, ഞാൻ ചിലപ്പോൾ ഞാനുമായിട്ട് ഇടപഴകുന്ന പലർക്കും ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ വളർന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തതിന് ശേഷവും അവർക്കൊരു സപ്പോർട്ട് പോലെയാണ് ആ കമ്മ്യൂണിറ്റി ഫോം ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു 10 to 7 പോലും ആൾക്കാർ അവരോടുള്ള ഒരു കോൺട്രവേഴ്സി നിൽക്കുന്നവരാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പേഴ്സണലി ഉദാഹരണത്തിന് ഇപ്പം LGBT എന്നല്ല, ഇപ്പോൾ സ്ട്രേറ്റ് ജെൻഡർ ആയാലും നമ്മൾ ഒരു മനുഷ്യനെ ഒരാളുടെ ലൈഫിൽ ഇടപെടുന്നതിൻ്റെ ഒരു പരിധികളുണ്ട്. എനിക്കിതുവരെ അവരിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ലാത്തോളം കാലം അവരോട് എനിക്ക് എതിർപ്പില്ല. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നില്ല. എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതേ ഇല്ല. കാര്യം എനിക്ക് ഒരു പക്ഷേ ഒരു സൊസൈഷ്യലായിട്ട് ഉണ്ടായിരിക്കും എൻ്റെ മനസ്സിൽ. എനിക്ക് അവരോട് അങ്ങനത്തെ ഒരു താല്പര്യമില്ല. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സിബ്ലിംഗ് പറയാണ് he is from a queer community. എങ്ങനെയായിരിക്കും അതിനോട് റെസ്പോണ്ട് ചെയ്യുക? എനിക്ക് ആ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. ഉദാഹരണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു മെൻറ്റാലിറ്റി അല്ലല്ലോ. ഒരു പക്ഷേ ജനറ്റിക്കലാന്ന് ഇതിൻ്റെ സോഴ്സ് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഒരാൾ ഒരു ഹോമോസെക്ഷൽ ആവുന്നത്. ഒരു പക്ഷേ എനിക്ക് ബയോളജിക്കലി അത്ര അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരാളെ ജനറ്റിക്കലി വന്നതായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. അത് അവരുടെ പേഴ്സണൽ ലൈഫ് ആ രീതി വിട്ടേക്കും. പക്ഷേ അത് എൻ്റെ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ബാധിക്കരുത്. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഒരാൾ ഈ കമ്മ്യൂണിറ്റിയിൽ പെടുന്നതാണെങ്കിൽ ആ പോകുന്നവനെ കണ്ടോ, ജസ്റ്റ് അങ്ങനെ ആയ ഒരു കുട്ടിയുടെ ബ്രദറോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരാളാണെന്നോ അറിയപ്പെടുന്നതിൽ എനിക്ക് നാണക്കേടുണ്ട്. അപ്പം പേഴ്സണലി അങ്ങനത്തെ ഒരു നാണക്കേടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ രീതി ജീവിക്കാൻ വിടും. പക്ഷേ എനിക്ക് അങ്ങനെ നാണക്കേട് ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആസ് എ ഹോൾ എനിക്ക് താല്പര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ആൾക്കാരൊക്കെ അവരുടെ ജനറ്റിക്കലാവുന്നതിലും ചിലവർ പറയില്ല ഐ ഐഡൻറ്റിഫൈ ആസ് എ പാരറ്റ്, ഐഡൻറ്റിഫൈ ആസ് എ അങ്ങനത്തെ അതിനോടൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. അവർ സത്യം പറഞ്ഞാൽ ഈ LGBT ഫോം ആവുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴല്ലേ അവർക്ക് വേണ്ടി മാത്രം ഒരു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ടായത്. പേഴ്സണലി പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും അവരുടെ വെറുപ്പല്ലേ? എൻ്റെ ഒരു അഭിപ്രായം, ഞാനത് ശരിയാണെന്ന് വാദിക്കുകയല്ല. എൻ്റെ അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ അവരോടുള്ള വെറുപ്പ് മീഡിയ കുറച്ച് കൂടിയെന്നേ പറയാൻ പറ്റൂ. ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി. ഉദാഹരണത്തിന് അവർക്കായിട്ടൊരു ഫ്ലാഗ് ഫോർമേഷൻ ഉണ്ടായി. ഉദാഹരണത്തിന് ഈ ഇടയ്ക്ക് എല്ലാ ജൂണിലും ജൂലൈയിലും അങ്ങാണെന്ന് നമ്മുടെ മെഴ്സിഡീസ് BMW പോലെ പ്രീമിയം കാസിൻ്റെയൊക്കെ ഈ നമ്മുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ LGBT കാണാൻ പറ്റും. അത് അവരെ ഫണ്ട് ചെയ്യുന്നുണ്ടല്ലേ. ഉദാഹരണത്തിന് ഇവർ തന്നെ മറ്റ് പല സ്പെഷ്യൽ ഡേയ്സിലൊന്നും അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഇടാമല്ലോ. ഉദാഹരണത്തിന് ക്രിസ്മസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ പോസ്റ്റ് ഇടാറുണ്ട്. പക്ഷേ പല ഉദാഹരണത്തിന് മെൻസ് ഡേ, വിമൻസ് ഡേ ഇങ്ങനെയൊക്കെ വരുമ്പോഴൊന്നും പോസ്റ്റ് ഇടുന്നതിന് പകരം LGBT പോലൊരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കൊണ്ട് ഇവർ പലരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ നല്ലോണം വിശ്വസിക്കുന്നു. കാര്യം പല ഗെയിമുകളിലും ഈ ഇടയ്ക്ക് റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ ഒരു ഗെയിം റിലീസായപ്പോഴത്തേക്കും ആദ്യത്തെ വെർഷൻ്റെ ഒരു റീമാസ്റ്റേർഡ് വെർഷനായിരുന്നു പുറത്തിറങ്ങിയത്. റീമാസ്റ്റേർഡ് വേർഷനിൽ കാലിഫോർണിയ കാണിച്ചപ്പോൾ മറ്റ് ഫ്ലാഗുകളിലെല്ലാം ഉപരി നമ്മുടെ LGBT കാണുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇൻ്റർവ്യൂവിലാണ്. അല്ല കുഴപ്പമില്ല. അങ്ങനെ അപ്പം ഈ ഗെയിംസിൽ മൊത്തം കാലിഫോർണിയയിൽ LGBT ഫ്ലാഗ് കാണാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് മറ്റു ഫ്ലാഗുകളിലുപരി ഈ ഫ്ലാഗ് കാണുന്നു? അപ്പോൾ ഫണ്ടിങ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമില്ല. ഇവരെ എല്ലാവരും പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നതിലുപരി ഫണ്ടിൻ്റെ ബേസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെയാണ് ഇപ്പോൾ നമ്മുടെ ഏതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയാലും ഫണ്ടിൻ്റെ ബേസിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവരോടാരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ വിരളമാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത്ര മതി.